وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ച് വളരെ ഭക്തനായ ഒരു ജീവിതം മുന്നോട്ട് ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ അർഹിക്കുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ ഏറെ പ്രിയപ്പെട്ടവൻ്റെ ഏറ്റവും നല്ല ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നല്ലൊരു മുസ്ലിമാണോ എന്ന ചോദ്യങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി കൊണ്ടൊരു ഉത്തരം നമ്മളെല്ലാം സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരങ്ങൾ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് എന്താണ് ഇപ്പോൾ കടന്നു വരുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. നല്ലൊരു മുസ്ലിമാണ് എന്ന് മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും നമ്മൾ മുസ്ലിം ആയതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടോ എന്നതാണ് വളരെ ഗൗരവമായ ചോദ്യം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നമ്മൾ നല്ലൊരു മുസ്ലിമാണ് എന്ന അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുക. സ്വയം മനസ്സിലൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ എന്ന്, ഭർത്താവിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയാണ്, മുഅ്മിനത്താണ് എന്ന ഒരു ബോധ്യമുണ്ടോ എന്ന് സ്വയം ആലോചിക്കുക. നിങ്ങളുടെ കച്ചവടക്കാർക്ക് നിങ്ങളുമായുള്ള ഇടപാടുകളിൽ നിങ്ങൾ നല്ല മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്നവരിലും യാത്ര ചെയ്യുന്നവരിലും സഹയാത്രികർക്ക് പോലും നമ്മൾ നല്ലൊരു മുസ്ലിമാണോ എന്ന് സ്വയം ഒന്ന് ആത്മവിചിന്തനം നടത്തുക. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ചിന്ത, ഇസ്ലാം എന്ന് പറയുന്നത് കുറേ കൃത്യമായ നമസ്കാരത്തിലോ അല്ലെങ്കിൽ നോമ്പെടുക്കലും സക്കാത്ത് കൊടുക്കലും പള്ളിയിൽ ആരാധനകൾ ചെയ്യലും മാത്രമാണ് എന്ന ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സത്തയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു വലിയ സ്വഭാവ ഗുണമുണ്ട്, ഒരു വലിയ മൂല്യമുണ്ട്. ആ മൂല്യത്തിൻ്റെ പേര് ഇഹ്സാൻ എന്നാണ്. നമ്മൾക്കതിനെ ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ, എക്സലൻസ് എന്നൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷീകരിക്കാവുന്ന ഒരു വാക്ക്. ഒരു വിശ്വാസിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി പറയുന്നൊരു വർത്തമാനം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു നമ്മളോട് നീതി കാണിക്കുവാനും ഇഹ്സാൻ ചെയ്യുവാനും കൽപ്പിക്കുന്നുണ്ട്.
നീതി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായ ധാരണകളും ബോധ്യവും ഒക്കെ ഉണ്ടാകും. എന്നാൽ എന്താണ് ജീവിതത്തിൽ ഇഹ്സാൻ പാലിക്കുക എന്നതുകൊണ്ട് പടച്ച റബ്ബ് നമ്മളോട് അനുശാസിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾക്ക് ഇന്നത്തെ ഖുതുബയിൽ മനസ്സിലാക്കുവാനുണ്ട്. ഇഹ്സാൻ എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഒരിക്കൽ മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരാണ് ഇഹ്സാൻ. നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിൽ പോലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കലാണ് ഇഹ്സാൻ. എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ആരാധനയുടെ പേര് മാത്രമല്ല എന്നും അതൊരു ജീവിത ശൈലിയാണ് എന്നുമുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. നമ്മൾ എവിടെയായിരുന്നാലും അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുവൻ പരിപൂർണമായൊരു കൃത്യതയും പൂർണ്ണതയും കൊണ്ടുവരുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. അത് പള്ളിയിൽ മാത്രം മുസ്ലിം ആകുന്നൊരു സ്വഭാവമായി നമ്മൾക്ക് മാറാൻ പാടില്ല. അള്ളാഹു നമ്മളോട് 5 നേരം നമസ്കാരം മുറ പോലെ നിർവഹിക്കുവാൻ മാത്രമല്ല കൽപ്പിച്ചത്. നമസ്കരിക്കുന്ന സമയത്തു മാത്രം ഇസ്ലാമിലാകണം എന്നുമല്ല പറഞ്ഞത്. 24 മണിക്കൂറും നമ്മൾ മുസ്ലിമായി ജീവിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നതും. ഖുൽ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ അധിപനായ അള്ളാഹുവെ നിനക്കുള്ളതാകുന്നെന്ന് പറയുന്നവരാണ് നമ്മൾ. ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമ്മളോട് നിങ്ങളുടെ നമസ്കാരം മാത്രം എനിക്കുള്ളതാണ് എന്നല്ല പറഞ്ഞത്. ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. വഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, അള്ളാഹുവിനെ ഇഹ്സാനുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ, കൃത്യത അഥവാ കൃത്യമായൊരു പൂർണ്ണതയോടുകൂടി നിർവഹിക്കൽ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തി ജീവിതത്തിൻ്റെ നാനാഭാഗത്തിലേക്ക് നമ്മൾക്ക് ഇഹ്സാനെ കൊണ്ടുവരാൻ സാധ്യമാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ മേഖലയാണ്, നമ്മുടെ ജോലി മേഖലയാണ്. ചില മനുഷ്യർ ഓഫീസിലേക്കൊക്കെ എത്തുക ഏറ്റവും വൈകിട്ടാവും, എന്നാൽ അയാൾ ഏറ്റവും നേരത്തെ പോകുന്ന ആളാവും. അയാളെ ഫയൽ നീക്കണമെങ്കിൽ കൈക്കൂലി വേണ്ടി വരും. ജോലി ചെയ്യാനൊക്കെ മടിയായിരിക്കും. ജോലി സമയത്ത് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇഹ്സാൻ ഉണ്ട് എന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അയാൾ ചിലപ്പോൾ ജുമാക്ക് 1-ാമത്തെ സൊഫിലുണ്ടാവും. അയാൾ ഒരു ജമാഅത്ത് പോലും തെറ്റാ നിർവഹിക്കുന്ന മനുഷ്യനാകും. ബാങ്ക് കേട്ടാൽ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ജോലി സ്റ്റോപ്പ് ചെയ്ത് കട ഷട്ടർ ഇട്ട് അയാൾ പള്ളിയിൽ വരുന്ന ആളാകും. എന്നാൽ പോലും അയാളുടെ ജോലി സംബന്ധമായ വിഷയത്തിൽ നിരുത്തരവാദിത്തപരമായി പെരുമാറുന്ന ഒരാളാണ് ആ മനുഷ്യനെങ്കിൽ ഒരിക്കലും അയാളുടെ ഉള്ളിൽ ഇഹ്സാൻ ഉണ്ട് എന്ന് പറയാൻ നമ്മൾക്ക് സാധ്യമേയല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ്, ഇദാ അമില അഹദുക്കും അമലൻ ഒരാൾ ഒരു കാര്യം പരിപൂർണമായി പെർഫെക്ഷനോടുകൂടി പരിപൂർണതയോടുകൂടി നിർവഹിക്കൽ, ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യൽ, അത് പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് എന്നാണ്. അത് ഏത് ജോലിയോടും, ഒരു മൃഗത്തോട് പോലും, മൃഗങ്ങൾ അറുക്കുന്ന വിഷയത്തിൽ പോലും, മൃഗങ്ങളെ കൊല്ലുന്ന വിഷയത്തിൽ പോലും അതിന്റെ പെർഫെക്ഷൻ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. വൈദാ ഖതൽതും ഫഹ്സിനു അൽ ഖിത്ല, കൊല്ലേണ്ടി വന്നാൽ പോലും ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കണം. നമ്മളിങ്ങനെ ഒരു എലിയെ കെണിയിലാക്കി പിടിച്ചു എന്ന് കരുതുക, നമ്മൾ അതിനോട് ചെയ്യുന്നൊരു അതിനെ കൊല്ലുന്ന രീതി പോലും ഏറ്റവും മാന്യമാകണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഏത് യജന്തുക്കളാണെങ്കിലും എന്താണെങ്കിലും ക്രൂരമായി കൊന്ന് അതിനെ ചുട്ടുകൊല്ലുന്ന സ്വഭാവം, ഉറുമ്പുകളെ നിങ്ങൾ ചുടാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വൈദാ ദബഹ്തും ഫഹ്സിനു അദ്ദിബ്ഹ, നിങ്ങൾ അറക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അറക്കണം. വൽയുഹിദ്ദ അഹദുക്കും ശഫ്റതഹു, നിങ്ങൾ ഓരോരുത്തരും തന്റെ കത്തി നന്നായി മൂർച്ച കൂട്ടട്ടെ. വൽയുരിഹ് ദബീഹതഹു, അറുക്കുന്ന മൃഗത്തിന് ആശ്വാസം കൊടുക്കട്ടെ. ഒരു മൃഗത്തോട് പോലും ഇഹ്സാൻ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ലോകത്തിന് വിട പറയുന്നു. അദ്ദേഹത്തിന്റെ ഖബറടക്കുന്നു. ആ ഖബറടക്കുന്ന സമയത്ത് ഖബറിന്റെ ചെറിയ വിടവുണ്ടാകുന്നു. ആ വിടവിനെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കണ്ണുകൊണ്ട് ഇങ്ങനെ അടക്കുകയാണ്. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ, യാ റസൂലല്ലാഹ് അയൻഫഉ ഹാദൽ മയ്യിത, നിങ്ങൾ ആ വിടവ് അടച്ചല്ലോ, അത് മയ്യിത്തിന് വല്ല ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകുമോ റസൂലേ? റസൂൽ തിരിച്ചു കൊടുക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മറുപടി, ലാ യൻഫഉഹു വലാ യളുറു, അതുകൊണ്ട് മയ്യിത്തിന് ഉപകാരമോ ഉപദ്രവമോ ഒന്നുമില്ല. വലാകിന്നഹു അഖറു ലിഐനിൽ ഹയ്യ്, പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിന്, ഒരു വിശ്വാസിക്ക് അതൊരു ആശ്വാസകരമായ കാര്യമാണ് എന്നാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഇഹ്സാനുള്ള ആളുകളാകണം. നമ്മുടെ കച്ചവടത്തിന്റെ മേഖലയിൽ ഇഹ്സാനുള്ള ആളുകളാകണം. കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടത്തിന്റെ ചരക്ക് വിൽക്കുന്ന മനുഷ്യനാകരുത്. അളവിൽ കുറവ് വരുത്തുന്ന മനുഷ്യനാകരുത്. വിലയിൽ ചതിയോടുകൂടി വിലയിടാക്കുന്ന മനുഷ്യനാകരുത്. നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ സാധനം അതിനേക്കാളും വളരെ ചെറിയ വിലക്ക് അപ്പുറത്തൊരു ഷോപ്പിൽ വിൽക്കുന്നുണ്ടെങ്കിൽ കരിഞ്ചന്തക്കും മറ്റും ആളുകളെ പറ്റിക്കുന്ന മനുഷ്യനാകരുത്. ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞ് ഒന്നിന്റെ വില ഈടാക്കുന്ന മനുഷ്യനാകരുത്. ന്യൂനതകൾ എടുത്തുകൊണ്ട് പറയുന്ന മനുഷ്യനാകണം. വിശുദ്ധ ഖുർആൻ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നശിച്ചു പോകാനും നാശത്തിനിരയാകാനും കാരണമായ തിന്മയെക്കുറിച്ച് പറഞ്ഞത് വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ, അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശമുണ്ട് എന്നാണ്. അത് ഏതു മേഖലയിലേക്കും നമ്മൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റണം. നമ്മളൊരു കൃത്യമായ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരനാണ്. നമ്മൾക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിൽ നമ്മൾ അളവിൽ കുറവ് വരുത്തിയാൽ അതും ഈ മുതഫ്ഫിഫീനിൽ പെടുമെന്ന ബോധ്യമുണ്ടാകണം. ഒരു കൃത്യമായ സാധനത്തിന് ഇല്ലാത്ത വാല്യൂ കൂട്ടിയാൽ, ഇല്ലാത്ത മൂല്യം വെച്ചാൽ, ഇല്ലാത്ത വില ഈടാക്കിയാൽ അതും അതിന്റെ ഗണത്തിൽ പെടുമെന്ന തിരിച്ചറിവുണ്ടാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ധാന്യക്കൂമ്പാരത്തിലെ കൈയിടുന്നു. നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിക്ക് നനവ് അനുഭവപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, എന്താണിത്? നനഞ്ഞു പോയി, ഉള്ളില് മറച്ചു വെച്ചതാ. മൻ അശ്ശ ഫലൈസ മിന്ന, ചതിക്കുന്നവൻ, വഞ്ചന കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ട ഒരാളല്ലട്ടോ. ഓ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ അയാളെ കൂട്ടാൻ പറ്റൂലട്ടോ എന്നാ റസൂലുള്ള പഠിപ്പിച്ചേ. ഉമർലാൻ ഒരിക്കലും മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ, അവിടെ ഒരു കാട്ടറിവ്, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ആടുകളെയുമായി നടന്നു പോകുന്ന ആട്ടിടയനാണ്. യജമാനന്റെ ഒരു വലിയ ആട്ടിൻകൂട്ടം ആ ചെറുപ്പക്കാരന്റെ പക്കലുണ്ട്. ഉമർലാൻ ഒരിക്കലും അയാളെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നിന്റെ ഒരു ആടിന് എനിക്ക് വിൽക്കുവോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഇത് എന്റേതല്ല, യജമാനൻ ഞാനല്ല, ഞാൻ പണിക്കാരനാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമർലാന് കൊടുത്ത മറുപടി, ഇത് ഒരുപാടില്ലേ, കുറേ ഇല്ലേ, ഒന്ന് കുറഞ്ഞാൽ യജമാൻ എങ്ങനെ അറിയാനാ, നീ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞേക്ക്. ആ സമയം ആ ചെറുപ്പക്കാരൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന മറുപടി ഉണ്ട്, എങ്കിൽ അള്ളാഹു എവിടെയാണ്? എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. ആ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എൻ്റെ റബ്ബിനെ പറ്റിച്ചുകൊണ്ടൊരു തെറ്റായ കച്ചവടത്തിലേക്ക് ഞാനില്ല എന്ന് പറയുന്ന ആ ഈമാനിന്റെ പേരാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരു ആടിനെ വിൽക്കുകയാണ്. ബാഹ്യമായിട്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹം കച്ചവടക്കാരോട് പറഞ്ഞു, ഇതിന് ബാഹ്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ ഇടക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ആട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാകാറുണ്ട്, ഒരു ചെറിയ ന്യൂനതയുണ്ട് ട്ടോ എന്ന് വളരെ ആത്മാർത്ഥമായി, ഒരു ചെറിയ കുറവ് പോലും മറച്ചു വെക്കാത്ത കച്ചവടത്തിന് പറയുന്ന പേരാണ് ഇഹ്സാനുള്ള കച്ചവടം എന്ന് പറയണേ. ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്? നമ്മൾ ഇല്ലാത്ത പറയും, ഭയങ്കര, ഞാൻ ഗ്യാരണ്ടിയാണ്, കൊണ്ടുപോയാലൊക്കെ ഉഷാറാണ്, ഒരു കുഴപ്പം ഇതുവരെ ആരും പറഞ്ഞില്ല. നമ്മളെങ്ങാനും 2 ദിവസം കഴിഞ്ഞ് കംപ്ലൈന്റ് കിട്ടിയ അത് നിങ്ങളെ തെറ്റോണ്ടേക്കാരം, നിങ്ങൾ അങ്ങനെ ചെയ്തോണ്ടേക്കാരം, നിങ്ങൾ ഇങ്ങനെ ആക്കിയോണ്ടേക്കാരം എന്ന് പറയുന്ന സ്വഭാവ രീതികൾ ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാനേ പാടില്ല. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ വാഹനം ഓടിക്കുന്ന മനുഷ്യരാണ്. റോഡിൽ പോലും നമ്മുടെയൊക്കെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റസൂൽ തിരുമേനിയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് എനിക്കൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞു. പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, ലാ തഅലബ്, നീ കോപിക്കരുത്. അദ്ദേഹം റസൂലെ വീണ്ടും, ലാ തഅലബ്, നീ കോപിക്കരുത്. വീണ്ടും വീണ്ടും ഉപദേശം ചോദിച്ചപ്പോഴൊക്കെ റസൂൽ കൊടുക്കുന്ന മറുപടി, നീ കോപിക്കരുത്, നീ കോപിക്കരുത്, കോപിക്കരുത് എന്ന് പറഞ്ഞ് മാത്രമാണ്. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. നമ്മളിങ്ങനെ മസ്ജിദിൽ നിന്നൊക്കെ പള്ളിയിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുന്ന ഒരു മനുഷ്യൻ റോഡിലെത്തി എങ്ങാനും തൻ്റെ വാഹനവുമായി പുറപ്പെടുമ്പോൾ പെട്ടെന്ന് എതിരെ വന്ന വാഹനക്കാരനോട്, ബ്ലോക്ക് ഉണ്ടാക്കിയ മനുഷ്യനോട് പച്ച തെറി വിളിക്കുന്ന എത്ര മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അനാവശ്യമായി ദേഷ്യപ്പെടുന്ന എത്ര മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. റെഡ് സിഗ്നൽ തെറ്റിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ആംബുലൻസുകൾക്ക് സൗകര്യമൊരുക്കാത്ത മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഹോണുകൾ കൊണ്ട് മനുഷ്യരെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. റോഡ് റേസിംഗ് സ്ഥലമാക്കി മാറ്റുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്.
കാണുന്നുണ്ട്. ഇത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന വളരെ ഗൗരവപ്പെട്ട ചിന്തകൾ നമ്മൾക്കുണ്ടാകണം. ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗമായി പഠിപ്പിച്ചത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണെങ്കിൽ അതിനുള്ള ഈമാനികമായ ഒരു അവസ്ഥയെങ്കിലും നമ്മൾ കാണിക്കണം. മറിച്ച് വഴിയിൽ ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരായിക്കൊണ്ട് ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. മറ്റൊരു ഇഹ്സാന്റെ പ്രകടമായ മേഖല കടന്നു വരേണ്ട ഭാഗം നമ്മുടെ കുടുംബമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളാണ്. നമ്മൾ പുറത്തൊക്കെ നല്ല മനുഷ്യന്മാരായിട്ട് നടക്കും. പക്ഷെ ഭാര്യയോട് ചോദിച്ചാൽ, മക്കളോട് ചോദിച്ചാൽ, ഭർത്താവിനോട് ചോദിച്ചാൽ, സഹോദരങ്ങളോട് ചോദിച്ചാൽ നമ്മളെക്കുറിച്ചൊരു മികച്ച അഭിപ്രായമില്ല എങ്കിൽ, മാതാപിതാക്കളെ വിഷയത്തിൽ പോലും ഒബിൽ വാലിദൈനി ഇഹ്സാന, വാപ്പാടമ്മാടെ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇഹ്സാൻ അവിടെ ഉദ്ദേശിച്ചെന്താ? വാപ്പാക്കും ഉമ്മാക്കും ദുനിയാവിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അവരെന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ പേരാണ് അറബിയിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഖുർആൻ പ്രയോഗിച്ച ഇഹ്സാൻ. അത് വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ അവിടെ കൂടെ ഇരിക്കുക എന്നതാണ് ആഗ്രഹമെങ്കിൽ നമ്മൾക്കതിന് സമയം ഉണ്ടാകണം. അവരെ കൂടെ ആശുപത്രിയിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾക്കതിന് സമയം ഉണ്ടാകണം. അവരോട് സംസാരിച്ചിരിക്കലാണ് അവരെ ആഗ്രഹമെങ്കിൽ നമ്മൾക്കതിന് സമയമുണ്ടാകണം. അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഒന്ന് വാങ്ങിക്കൊടുക്കലാണ് അവരുടെ ഇഹ്സാനെങ്കിൽ നമ്മൾക്ക് ആ ഇഹ്സാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇങ്ങനെ മാതാപിതാക്കൾ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന വിഷയം, ഖൈറുക്കും ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമ, ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങൾ ഏറ്റവും കുടുംബത്തോട് നല്ലവനാണ്. വആശിറൂന ബിൽ മഅറൂഫ്, അവരോട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇഹ്സാൻ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം ഖലീഫയായിക്കൊണ്ട് ചുമതല ഏൽക്കപ്പെട്ടു. മുസ്ലിം ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ചുമലിലായി. പിറ്റേ ദിവസം രാവിലെ ജനങ്ങളെ കാണുന്നത് ഒരു തുണിക്കെട്ടുമായിട്ട് അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോകുന്ന അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയാണ്. ആളുകൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഖലീഫയായില്ലേ, നിങ്ങൾ എന്താണ്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? അദ്ദേഹം കൊടുക്കുന്ന മറുപടി, എൻ്റെ കുടുംബത്തിന് എനിക്ക് ഭക്ഷണം കണ്ടെത്തേണ്ടതുണ്ട്. അധികാരം കിട്ടിയപ്പോൾ ആദ്യം ശമ്പളം കൂട്ടാനോ സുഖസൗകര്യം വർദ്ധിപ്പിക്കാനോ സ്വന്തക്കാരെ നിയമിക്കാനോ അദ്ദേഹം ഓടിയില്ല. മറിച്ച് ഖിലാഫത്ത് എന്ന് പറയുന്നത് അമാനത്താണ് എന്നും ബഹുമതിയല്ല എന്നും ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവുണ്ടായി. ഇഹ്സാൻ എന്ന് പറയുന്നത് ആളുകൾ കാണുമ്പോൾ ആത്മാർത്ഥയുള്ള മനുഷ്യനാകുന്നതിൻ്റെ പേരല്ല, അള്ളാഹു കാണുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് ആത്മാർത്ഥനാകുന്നതിൻ്റെ പേരാ. ഒരാളും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിലും, മുതലാളി ഓഫീസിലില്ലെങ്കിലും, കടയിലില്ലെങ്കിലും, ആ CCTV ഇല്ലെങ്കിലും, ആരില്ലെങ്കിലും ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ പരിപൂർണമായി കൊണ്ട് നിർവഹിക്കും. എന്നെ ഒരു വീട് പണിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, മുതലാളി ഗൾഫിലാണ്, പണം മാസാമാസം കൃത്യമായിട്ട് അയച്ചു തരും എങ്കിൽ അയാൾക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. എന്നെ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചു, ഞാൻ കരിഞ്ചന്തക്ക് വിൽക്കൂല, ഞാൻ അനാവശ്യമായി ഇല്ലാത്ത വില പറഞ്ഞ് അയാളെ പറ്റിക്കൂല. ഈ വിശ്വാസം ആരൊപ്പല്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകൽ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ഇഹ്സാൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ഖിലാഫത്തുണ്ട്. നിങ്ങളൊരു ബാപ്പയാണെങ്കിൽ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് നിങ്ങൾ, ആ കുടുംബത്തിന്റെ ഖലീഫ നിങ്ങളാണ്. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ഒരു ക്ലാസ് റൂമിന്റെ ഖലീഫ നിങ്ങളാ. നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടവുമായി ബന്ധപ്പെട്ടല്ല ഖലീഫ നിങ്ങളാ. ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ ആ രോഗികളുടെ ഖലീഫ നിങ്ങളാ. നിങ്ങൾ സ്റ്റെയറിംഗ് ഒരു ഡ്രൈവിംഗിലാണെങ്കിൽ ആ സ്റ്റെയറിംഗിന് പിന്നെ ഉത്തരവാദി നിങ്ങളാ. ഒരു ഖതീബാണെങ്കിൽ ഒരു മഹലിന്റെ ഖലീഫയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ മുഴുവൻ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് കരുതി ഉത്തരവാദിത്തം പരിപൂർണമായി നിർവഹിക്കൽ, ആരും കാണുന്നില്ലെങ്കിൽ പോലും അലംഭാവം കാണിക്കാതിരിക്കൽ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി നമ്മൾക്കുണ്ടാകേണ്ട ഇഹ്സാൻ എന്ന് പറയുന്നത്. മദീന മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി അദ്ദേഹം പ്രസന്നമായ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ഉമറിനെ അദ്ദേഹത്തിന്റെ അധികാരം ഉറക്കുന്നില്ല, ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിക്കുന്നേയില്ല. ആ ഉത്തരവാദിത്ത ബോധം ഉമറിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം രാത്രി കടന്നു പോകുന്നു. ഒരു വീട്ടിൽ വെളിച്ചമുണ്ട്, ചെറിയ മക്കളുടെ പിഞ്ചോമന പൈതങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഉമർലാന് ചെന്നു സലാം പറഞ്ഞു. ഒരു ഉമ്മ കതക് തുറന്നു. ഉമ്മയുടെ മുഖത്ത് കണ്ണുനീരുണ്ട്. മക്കൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നു, അപ്പുറത്തൊരു അടുപ്പിങ്ങനെ പുകയുന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഈ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉമ്മ കൊടുക്കുന്ന മറുപടി, മക്കൾ വിശന്നിട്ട് കരയാം, അവിടെ കൊടുക്കാനൊന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ വെള്ളം ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കുക, മക്കൾ വിചാരിക്കോലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു എന്ന ഖലീഫയുടെ ഉള്ളു തിളച്ചു. അദ്ദേഹത്തിന്റെ മനം നൊന്തു. ബൈത്തുൽമാലിലേക്ക് പോയിട്ട് അവിടുന്ന് ഗോതമ്പും മാവും നെയ്യുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹചാരി ചോദിച്ചു, ഞാൻ പിടിക്കട്ടെ?
അദ്ദേഹം കൊടുക്കുന്ന മറുപടി, എൻ്റെ പാപങ്ങൾ നാളെ പരലോകത്ത് നീ ചുമക്കോ? എൻ്റെ ഖിലാഫത്തിൽപ്പെട്ട പ്രദേശമാണ്, അവിടെ പട്ടിണിയാണ്, എനിക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട് എന്ന് പറഞ്ഞ വീടിൻ്റെ അകത്തു കയറി തൻ്റെ ആ മക്കൾക്കും ആ ഉമ്മാക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത് പുറത്തിറങ്ങുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ ആത്മാർത്ഥമായി ചരിത്രത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. വിശക്കുന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്ന ഹൃദയത്തിൻ്റെ പേരാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. കൽപ്പന കൊടുക്കുന്ന ഒരു ഭരണാധികാരിയുടെ വർത്തമാനങ്ങളല്ല, സ്വയം എഴുന്നേറ്റ് നിർവഹിക്കുന്ന, പദവി ആസ്വദിക്കാത്ത, പദവി അമാനത്തായി കാണുന്ന ഘട്ടത്തിനാണ് ഇഹ്സാൻ എന്ന് പറയുക. നമ്മൾക്ക് പല പദവികൾ ഉണ്ടാകും, വാപ്പയാകും, ഓഫീസറാകും, മാനേജറാകും, എന്തുമാകും, ഏത് കമ്മിറ്റി അംഗമാകാം, എന്തുമാകാം. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ ആരെങ്കിലും കരയുന്നുണ്ടോ എന്ന്, നിങ്ങളുടെ തൊഴിലാളിയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ അയൽവാസിയോ അവരുടെ കണ്ണുനീരുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന്, അത് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന്, അവരെ പുഞ്ചിരികൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. എൻ്റെ ജോലി കഴിഞ്ഞോ എന്ന് പറയുന്നൊരു മനസ്സല്ല, എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കീഴിൽ ആരും വിഷമിക്കുന്നില്ല എന്ന ഉറപ്പ് വരുത്തലാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നർത്ഥം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ ഇഹ്സാനുള്ള നന്മ ചെയ്യുന്ന മനുഷ്യരെ അള്ളാഹുവിനേറെ ഇഷ്ടമാണ് എന്നാണ്. അള്ളാഹു നാളെ നമ്മളോട് എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുക, നമ്മുടെ കീഴിലുള്ള ഓരോ മനുഷ്യരെ കുറിച്ചും ആലോചിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയെക്കുറിച്ചും ചോദ്യം ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ കച്ചവടം, നിന്റെ ഡ്രൈവിംഗ് എങ്ങനെയായിരുന്നു, നിന്റെ ജോലി എങ്ങനെയായിരുന്നു, നിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു, നിന്റെ മക്കൾ എങ്ങനെയായിരുന്നു, നിന്റെ അയൽവാസി എങ്ങനെയായിരുന്നു. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു തഖ്വ പാലിക്കുന്നവരുടെ കൂടെയാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ കൂടെയുമാണ് അല്ലാഹു. ഖുത്ബ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത് എൻ്റെ നമസ്കാരത്തിൽ ഇഹ്സാൻ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല. ആര് കാണുന്നില്ലെങ്കിലും ഞാൻ പടച്ചോന് വേണ്ടിയാണ് നമസ്കരിക്കുന്നെങ്കിൽ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ റബ്ബിനോടുള്ള ആത്മാർത്ഥമായ സമർപ്പണമാകണം നമസ്കാരം. കോഴി കൊത്തുന്ന സുജൂദുകളും ആർക്കോ വേണ്ടിയുള്ള വർത്തമാനങ്ങളും പ്രാർത്ഥനകളുടെ അർത്ഥം പോലും അറിയാത്ത നമസ്കാരങ്ങളും ഇന്നോളം ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ എന്താണ് ഇത്ര കാലം പടച്ചോനോട് പറഞ്ഞ്? വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. നമ്മുടെ ജോലിയിൽ ഇഹ്സാൻ ഉണ്ടാവണം, കച്ചവടത്തിൽ ഇഹ്സാൻ ഉണ്ടാകണം, വാഹനം ഓടിക്കുമ്പോൾ ഇഹ്സാൻ ഉണ്ടാകണം, ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും ഇഹ്സാൻ ഉണ്ടാകണം, സമൂഹത്തിൻ്റെ ഇടപെടലിൽ ഇഹ്സാൻ ഉണ്ടാകണം. അങ്ങനെയുള്ള ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളാകുവാൻ പരിശ്രമിക്കണം. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഉസീക്കും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യരായ നമ്മളൊക്കെ വ്യത്യസ്ത തരം ആളുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. നമ്മളെ വിളിക്കുന്ന പേര് സാമൂഹിക ജീവി എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ ദുർബലരുണ്ട്, ശക്തരുണ്ട്, എല്ലാം ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. ധനാഢ്യരുണ്ട്, ദരിദ്രരുണ്ട്, അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആരോഗ്യമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അതും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇൻട്രോവേർട്ടുകളുണ്ട്, എക്സ്ട്രോവേർട്ടുകളുണ്ട്, ആംവേർട്ടുകളുണ്ട്, അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ജീവിതയാത്രയിൽ വിജയിച്ച മനുഷ്യരുണ്ട്, തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇതുവരെ സഫലമാകാതെ ജീവിതത്തിൽ ദുഃഖഭാരം അനുഭവിക്കുന്ന ഹതഭാഗ്യരായ മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയാണ് മനുഷ്യരായ നമ്മളൊക്കെ ഈ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടെയുള്ള മനുഷ്യരെ ആത്മാർത്ഥമായി സഹായിക്കേണ്ടതും കൈപിടിച്ചുയർത്തേണ്ടതുമൊക്കെ രക്ഷപ്പെട്ടവർ അല്ലാത്തവരെ സഹായിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. നിരാശയിൽ കഴിയുന്ന മനുഷ്യർക്ക് ആശയും പ്രതീക്ഷയും കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുണ്ട്. മുന്നോട്ടുള്ള വഴി എന്താണ് എന്നറിയാതെ ജീവിതത്തിൻ്റെ ഒരറ്റത്ത് പെട്ടുപോയ മനുഷ്യർക്ക് ദിശ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടാകാം, ശാരീരികമായിട്ടാകാം, വൈജ്ഞാനികപരമായിട്ടാകാം, ഏത് രൂപത്തിലുമാകാം. റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദിഹിം വതആതുഫിഹിം കമസലിൽ ജസദ്, പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലും വിശ്വാസിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ് നിനക്ക് കാണാം.
ഇദഷ്തകാ ഉളുവൻ തദാഅ ലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തിന് അസുഖം ബാധിച്ചാൽ പിന്നീട് പനി പിടിച്ചും ഉറക്കമൊഴിച്ചും ശരീരം മുഴുവനും അതിനോട് അനുഭാവം പുലർത്തും. ഇതേപോലെ നമ്മുടെ ഈ കൂടെ ഇരിക്കുന്ന മനുഷ്യരിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, വീടില്ലാത്തവനുണ്ടാകുമ്പോൾ, മക്കളെ കെട്ടിക്കാൻ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ മനുഷ്യരെ കാണുമ്പോൾ ഒക്കെയും നമ്മുടെ സഹായ ഹസ്തങ്ങൾ അവരിലേക്ക് നീളേണ്ടതുണ്ട്. അള്ളാഹു ചില മനുഷ്യരെ പോക്കറ്റിൽ സമ്പത്ത് നൽകുന്നതും ചിലർക്ക് നൽകാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. ഒരാൾക്ക് ആരോഗ്യം നൽകുന്നു, മറ്റൊരാൾക്ക് അനാരോഗ്യം നൽകുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. ഒരാൾക്ക് ശേഷി ഉണ്ടാകുന്നതും മറ്റൊരാൾക്ക് ദുർബലത ഉണ്ടാകുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമാകാത്തവർ. അതുകൊണ്ടാണ് സാമൂഹിക ജീവി എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് നടക്കാം, ഒറ്റയ്ക്ക് ഇരിക്കാം, ഒറ്റയ്ക്ക് കിടക്കാം. പക്ഷെ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമാകാത്ത ഒന്ന് ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. എല്ലാവരും വേണം. ഒറ്റയ്ക്കൊരിക്കലും മനുഷ്യനെ കൊണ്ട് അതിജീവിക്കാനും മുന്നോട്ട് പോകാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൂടെയുള്ള മനുഷ്യരുടെ വേദനകൾ കാണുമ്പോൾ അതിൽ മനസ്സ് നൊന്തു പോകുന്നൊരു വേദനിക്കുന്ന മനസ്സും ഹൃദയവും നമ്മൾക്കുണ്ടാകണം. മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ അയാളുടെ കൂടെ സന്തോഷിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. ഈ സങ്കടപ്പെടുന്ന മനുഷ്യരെ തോളിൽ തലോടി സാരല്ല എന്ന് പറയാൻ ആർക്കും വലിയ പ്രശ്നമോ പണിയൊന്നുമില്ല, അതിന് സിമ്പതി ഉണ്ടായാൽ മതി. പക്ഷെ കൂടെയുള്ള മനുഷ്യന്റെ സന്തോഷങ്ങളിൽ അയാളെക്കാളും സന്തോഷിക്കാൻ കുറച്ചുകൂടെ വലിയ മനസ്സ് വേണം. ഞാനെന്ന ഭാവത്തെ ഒഴിവാക്കാനും ഞങ്ങളെന്നൊരു ചിന്താഗതി ചേർത്ത് പിടിക്കാനും സാധിക്കണം. എല്ലാവരും ഒരുമിക്കുമ്പോൾ ഇത്തിരികൾ ഒത്തിരിയാകുന്ന പോലെ നമ്മൾക്ക് ചില മനുഷ്യർക്ക് വേണ്ടി സംഗമിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ മഹലിൽ, നമ്മുടെ തൊട്ടപ്പുറത്തെ പ്രദേശത്തൊരു ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട രോഗചികിത്സക്ക് ഒരു വലിയ സാമ്പത്തിക ഭാരമുണ്ട്. നമ്മളത് നമ്മുടെ മൊബൈലുകളിലൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ആളുകളും നേരിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഷാജഹാൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്. വരുമാനം നിലച്ച ജീവിതത്തിൽ ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലായി തൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ നിർബന്ധിതനാവുകയും അതിനുവേണ്ടി ഒരാൾ തയ്യാറാവുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ഉദ്യമം. അതിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടേതായ ഇത്തിരികൾ ചേർന്നാൽ അത് വലിയൊരു സംഖ്യയായിട്ട് മാറും. ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിന്, ഒരു മനുഷ്യൻ്റെ അതിജീവനത്തിന്, ഒരു മക്കളുടെ സുന്ദരമായ സുബലമായ ഭാവിക്ക് നമ്മൾക്കും കാരണമാകാനുള്ള ഒരു അതിയായ അവസരം. മുസ്ലിം ഒരു ശരീരം പോലെയാണ് എന്നും മുസ്ലിമീങ്ങൾ ശരീരം പോലെയാണ് എന്ന് പഠിപ്പിച്ച ഹദീസിന്റെ വർത്തമാനങ്ങളെ മനോഹരമായി കൊണ്ട് ചേർത്തു പിടിക്കാനും മനസ്സിലാക്കുവാനും അതിനെ ഒന്ന് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു വലിയ അവസരത്തെ ഒരുക്കി വെക്കുന്നു. അതിലേക്ക് ആത്മാർത്ഥമായൊരു സഹകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ടാണ് കളക്ഷൻ. റഹ്മാനായ റബ്ബ് പരസ്പരമുള്ള കാരുണ്യത്തിലും സഹവർത്തിലും സഹാനുഭൂതിയിലും നമ്മെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഇണക്കി ഒരൊറ്റ സമൂഹമായി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപഭാരങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഗഫൂറായ റഹ്മാനായ റഹീമായ നാഥ, നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇഹ്സാനോടുകൂടി മുഹ്സിനീങ്ങളായിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ജീവിതത്തിൽ ഏറ്റെടുത്ത ഏതൊരു കാര്യവും പരിപൂർണമായ അവസ്ഥയിൽ നിർവഹിക്കുവാനും നിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം റഹ്മാനായ നാഥ നീ വിശാലമാക്കി കൊടുക്കണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൽബുകളെയും നീ വിശാലമാക്കി നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.